ദുബായ് ഏജൻസി വഴി നിങ്ങൾ യൂറോപ്പിൽ പോകാൻ നിൽക്കുന്നവരാണോ? അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഇപ്പോൾ അവർ പുതിയൊരു സ്കീം ഇറക്കിയിട്ടുണ്ട്. സ്കീമല്ല, ഫ്രോഡാ. എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഓൺ സ്കിൽ കാറ്റഗറിയിൽ യൂറോപ്പിൽ പോകുന്നെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു എംപ്ലോയറുടെ കീഴിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ എംബസി പോയാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് അവർ അയച്ചു കൊടുത്ത വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം. ദുബായ് ഏജൻസി കേട്ടോ. ഞാൻ ഈ നാട്ടിൽ നിന്ന് ദുബായ് ഏജൻസിക്ക് കാശ് കൊടുക്കുന്ന ആൾക്കാരെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ കൊടുക്കരുത് എന്ന്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന്, ഈ വോയിസ് ഒന്ന് കേട്ടോ ആദ്യം. ഓക്കെ. പക്ഷെ ഡേറ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇനി ചിലപ്പോൾ 6 മാസം 7 മാസം ഒക്കെ എടുക്കും. ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരും. ഇപ്പൊ കിട്ടിയ വർക്ക് പെർമിറ്റിന്റെ ഡേറ്റും കാര്യങ്ങളും കഴിഞ്ഞു പോകും. ഇപ്പൊ എമൗണ്ട് തരുന്നതിന്റെ കാര്യത്തിൽ ചിന്തിക്കാതെ അതിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് ചിന്തിക്കും. ഇപ്പൊ ഈ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് നിങ്ങൾ 2 ആഴ്ചത്തേക്കുള്ളത് അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് എക്സാം പോലും ഇല്ല. ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ ഡേറ്റ് കിട്ടി, ഇതും സബ്മിറ്റ് ചെയ്ത് കയറി പോവാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഈ കൊടുത്ത എമൗണ്ട് അവർ തിരിച്ചു തരും ചെയ്യും. ആ മെയിൽ ഓൾറെഡി ഞാൻ കൺഫർമേഷൻ മെയിൽ അതിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാൽ ഈ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ പിന്നെ ഡേറ്റ് നമുക്ക് ഇനി ഇപ്പോഴൊന്നും കിട്ടിയില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടി വിളിച്ചതാണ്. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ചെക്ക് റിപ്പബ്ലിക്കിലെ എംപ്ലോയറുടെ കീഴിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം. ആ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ എംബസിയിൽ പോയാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്ന് അവർ പറയുന്നത്. അതിന് 2000 ദിർഹംസ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു കോഴ്സും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് എംബസിയിൽ മെയിൽ അയച്ചാൽ മാത്രമേ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇതുപോലൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തെന്നും പറഞ്ഞ് നമുക്ക് എംബസിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല. ഇപ്പോൾ 2000 ദിർഹംസ് കൊടുത്താൽ ഇവിടെ നിങ്ങൾ ചെക്കിലെത്തിക്കഴിഞ്ഞാൽ ഈ പൈസ റിട്ടേൺ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് അങ്ങനെ കൊടുക്കാൻ നിൽക്കുന്നവർ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. ദുബായ് ഏജൻസിയിൽ പൈസ കൊടുക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ചിട്ട് മാത്രമേ കൊടുക്കാവൂ. ഓക്കെ. ഞാൻ ആ ഏജൻസിയുടെ പേര് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാവേ. ആരെങ്കിലും നോക്കി നോക്കാം, ആരെങ്കിലും ആ ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ടോ എന്ന്.